ഹലോ ഫ്രണ്ട്സ്, ചേച്ചിക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനും കരോളയും വി ആർ ഗോയിങ് ടു ബ്രേക്കപ്പ്. വി ആർ ഗോയിങ് ടു അത് വഴിയാണോ? ഓക്കെ, ബോറോ. സോ ഞാനും കരോളയും somewhere bro. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. ജേണി ആക്ച്വലി നമ്മളൊരു 2 ആഴ്ചയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കരോളയുടെ പ്ലാനുകൾ മാറി. കരോളയ്ക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട അത്യാവശ്യം, അതായത് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. കോളേജിൽ എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കരോള പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് ഓടുവാണ്. അപ്പോൾ കരോളയുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും എന്നെ വിളിച്ചതല്ലേ, കുറേ പ്രാവശ്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കരോളയുടെ ആൻറ്റിയുടെ ബർത്ത്ഡേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഐ വിൽ സീ യു ആഫ്റ്റർ എ വീക്ക് ടു സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ. നമ്മുടെ ആൻറ്റിയെ ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ Maastricht, right? Maastricht. Aachen. Your aunt. Aachen, close to Aachen. But we went to Maastricht together with your aunt. Yeah. Netherlands. Yeah. നമ്മൾ നെതർലാൻഡിൽ അന്ന് പോയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഭക്ഷണശാലയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ആൻറ്റിയുടെ കൂടെ. അപ്പോൾ അത് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ജോർജിയയിൽ നിന്ന് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോവാണ്. ഞാൻ പോകുന്നത് എൻ്റെ കയ്യിൽ വിസയൊന്നുമില്ല. US വിസ വെച്ച് നമുക്ക് കയറാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അല്ല അർമേനിയ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു ഇതൊന്നുമില്ല, കാരണം ഇപ്പോൾ സമയമില്ല. ഞാൻ എന്നിട്ട് അർമേനിയ ഒന്ന് കയറിയിട്ട് നോക്കും കയറാൻ പറ്റുമെന്ന്. എന്തായാലും ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ജോർജിയയിൽ നിന്ന്. ഞാൻ നെക്സ്റ്റ് പോകുന്നത് സൈപ്രസിലോട്ടാണ്. സൈപ്രസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ്. ജോർജിയയിൽ ഞാൻ ആക്ച്വലി 2 ദിവസം വേറെ ദിവസങ്ങൾ ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം ആയിരുന്നു, അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കേരള ഭക്ഷണശാലകളിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. കഴിഞ്ഞ ദിവസം പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പൊറോട്ട വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നമ്മളൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു റോൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ജോർജിയയിലെ ടിബിലിസി എന്ന് പറയുന്ന ക്യാപിറ്റൽ നഗരത്തിലെ ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇനി യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന കൊച്ചു ബാഗിലാണ് കേട്ടോ. ഈ കാണുന്ന കൊച്ചു ബാഗിൽ ഞാൻ സൈപ്രസിൽ നിന്ന് മാൾട്ടയിൽ നിന്ന് ഞാൻ യൂറോപ്പിലോട്ട് വിയന്നയിലോട്ട് ഫ്ലൈ ചെയ്യും, ഓസ്ട്രിയയിലോട്ട് ഫ്ലൈ ചെയ്യും. ഈ 3 രാജ്യങ്ങളും ഞാൻ ഈ കുഞ്ഞു ബാഗിലാണ് പോകുന്നത്. കാരണം ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എന്ന് പറയുമ്പം ഇവിടുന്ന് സൈപ്രസിലോട്ട് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് 2500 രൂപ, സൈപ്രസിൽ നിന്ന് മാൾട്ടയിലും 2500 3000 രൂപ, അവിടെ നിന്ന് യൂറോപ്പിലോട്ടും 3000 രൂപയുടെ അകത്താണ് കേട്ടോ. അപ്പം ഈ കാണുന്ന ഫ്ലൈറ്റിലെല്ലാം ലഗേജ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ലഗേജ് ഞാൻ കരോളയുടെ അടുത്ത് കൊടുത്തുവിടും. പക്ഷെ അതിനുവേണ്ടി സെപ്പറേറ്റ് 6000 രൂപയുടെ ലഗേജിന് മാത്രം ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ റയാൻ എയർ, വിസ എയർ പോലുള്ള ചീപ്പ് എയർലൈൻസ് എടുത്തിട്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. See you some other day. See you soon in Austria. Okay. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ, ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ പോകില്ലായിരുന്നു. പിന്നെ കുറച്ച് എന്നെ നല്ലപോലെ വിളിച്ചു കേട്ടോ, അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. ഫൈനലി നമ്മുടെ ബസ് വന്നു. ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് മെട്രോയിലും ഇവിടുത്തെ മിനി ബസ്സും വലിയ ബസ് ചെറിയ ബസ് എല്ലാ ബസ്സിലും പോവാം. ബൈ ബൈ. ചാവോ 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 കരോള. See you. Take care, okay? എൻ്റെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ നിർത്തി. ചാവോ ചാവോ. ഇവിടെയുള്ള ഹിച്ച് ഹൈക്കിങ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ജോർജിയയിൽ പൊതുവേ പാടാണ് ഹിച്ച് ഹൈക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അർമേനിയയിലെത്തുമ്പോൾ ബോർഡറിന് കുറച്ച് അപ്പുറത്തായിട്ട്, അതായത് ഇപ്പോൾ ക്രോസ് ചെയ്യുന്ന ഭാഗത്തല്ല, ഈസ്റ്റ് ഭാഗത്തായിട്ട് എനിക്കൊരു കൗസഫിംഗ് വഴി ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ പോയി സ്റ്റേയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അറിയില്ല കേട്ടോ. ഞാൻ ബസ് ഇറങ്ങി ഇനി ഹിച്ച് ഹൈക്കാനായിട്ട് ഹൈവേയിലോട്ട് പോവാം. ഹിച്ച് ഹൈക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഹലോ. ബാഗില്ലാത്തതുകൊണ്ട് ട്രാവലറാണെന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹിച്ച് ഹൈക്കിങ് പാടായിരിക്കും. Me going Armenia. Yeah. You going Armenia? Wow. Can I get lift to Armenia? Can I?
ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ അസർബൈജാനിയാണ് കേട്ടോ. ജോർജിയക്കാർ ലിഫ്റ്റ് ചെയ്തില്ല, അസർബൈജാനക്കാർ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അർമേനിയക്കാർ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, അർമേനിയയിലോട്ട് പോയാലേ അറിയാവുള്ളൂ. ഹലോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, സ്പസിബ. പുള്ളിക്കാരൻ അർമേനിയയിലോട്ട് പോയി. യു ഗോയിങ് അർമേനിയ? ബോർഡർ സദാഖ്ലോ. ജോർജിയ. നമ്മുടെ അർമേനിയൻ ബോർഡറിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ വീണ്ടും ബോർഡർ ക്രോസ് ചെയ്തിട്ട് അടുത്ത വണ്ടിയിൽ കയറി പോവും. എങ്ങനെയാണെന്ന് അറിയില്ല ബോർഡർ ക്രോസിങ്. ഇവിടെ എല്ലായിടത്തും മനോഹരമായിട്ടുള്ള കത്രീഡലൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ ഒരു അമ്മൂമ്മ കയറി കേട്ടോ. എന്നിട്ട് അമ്മൂമ്മ പൈസ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പൈസ എന്ന് പറഞ്ഞു. ഹലോ, എന്നിട്ട് ഇറക്കി വിട്ടു കേട്ടോ. പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് എടുത്തതാണ് പാവം. നേരത്തെ രണ്ടുപേരുണ്ടായിരുന്നു, പക്ഷെ അവര് യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അവരെ നിന്ന് പൈസ വാങ്ങിച്ചു. എനിക്കും ലിഫ്റ്റാണ് കേട്ടോ തന്നത് പുള്ളിക്കാരൻ. നമ്മുടെ അർമേനിയ ഏകദേശം എത്താറായി. നമ്മുടെ ബോർഡർ ഭാഗത്തോട്ടാണ് കേട്ടോ. ഇവിടെ കുറേ ലഗേജുമായിട്ടൊക്കെ കുറേ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അർമേനിയയിലോട്ട് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ട്രക്കുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അർമേനിയയിലോട്ട് കടക്കാനായിട്ട്. എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാൻ കേട്ടോ അർമേനിയയിലോട്ട് കടക്കാൻ പറ്റുമെന്ന്. ആ കാണുന്നത് നമ്മുടെ ജോർജിയൻ ബോർഡറാണ്. അതുമല്ല, തിരിച്ചു വരുമ്പോൾ അർമേനിയയിൽ കടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ജോർജിയയിൽ നിന്ന് അവർ കടത്തി വിട്ടില്ലെങ്കിൽ എനിക്ക് ജോർജിയയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. സൈപ്രസിലോട്ട് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. കുറേ ഓയിൽ ടാങ്കറുകളൊക്കെയാണ് കേട്ടോ. അർമേനിയ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ്. ഏകദേശം 28 ലക്ഷം 2.8 മില്യൺ ആളുകളെ ഇവിടെ വസിക്കുന്നുള്ളൂ. മാത്രമല്ല ഇവിടത്തെ പോലെ തന്നെ അവിടെയും 90% ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. വളരെ കുഞ്ഞു ശതമാനം യസീദികളും ഇതൊക്കെയാണ്. ഞാൻ ഇനി ഇവിടെ ഇറങ്ങി നടന്നു പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്പസിബ. പുള്ളിക്കാരൻ വാങ്ങട്ടെ. എന്നെ ബോർഡർ വരെ കൊണ്ടാക്കി തന്നു കേട്ടോ. പാവ. അയ്യോ, പോവാണ്. എന്നെ തിരിച്ച് ഇങ്ങോട്ട് കടത്തി വിട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ജോർജിയയുടെ എക്സിറ്റ് അടിക്കുക. ഇടണമെന്ന് തന്നെ എന്തോ നല്ല പെരുമാറ്റമായിരുന്നു. ഞാനിനി അർമേനിയയിലോട്ടാണ് പോകുന്നത്. പടച്ചോനെ, അവിടെ എന്താണെന്ന് അറിയാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ തിരിച്ചിവിടെ കയറ്റും എന്തായാലും, അത് ഉറപ്പാണ്. ജോർജിയയിലെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെയാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ ജോർജിയ വിട്ട് ഞാനിതാ അർമേനിയയിലോട്ട് നടന്ന് നീങ്ങുവാണ്. ഈ ഒരു പാലം കടന്നാൽ നമ്മുടെ അർമേനിയയാണ്. അവിടെ അർമേനിയയുടെ ഫ്ലാഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ കാണുന്നതാണ് നമ്മുടെ അർമേനിയയുടെ ഫ്ലാഗ്. കാണുന്ന മലകൾക്കിടയിലൂടെയാണ് കേട്ടോ ഇവരുടെ ബോർഡർ എല്ലാം. ഇവിടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ട്രക്കുകൾ ഇതിലൊക്കെ കുറേ പോകുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബെലാറസ് ട്രക്കാണ് കേട്ടോ. ബെലാറസ് ട്രക്കാണ്. ആക്ച്വലി ബെലാറസ് എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ഭയങ്കര ചങ്ങാത്തമുള്ള ഒരു കൺട്രിയാണ് ബെലാറസ് എന്ന് പറയുന്നത്. അർമേനിയയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അർമേനിയ റഷ്യ എന്നൊക്കെ പിന്മാറിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൻ്റെ കൂടെയാണ് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത്. മുമ്പ് അവർ റഷ്യയുടെ വലിയ ഒരു കൂട്ട് രാജ്യങ്ങളായിരുന്നു ഈ കാണുന്ന അർമേനിയയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക കഴിഞ്ഞു വന്ന നമ്മുടെ ജോർജിയ എല്ലാം. അർമേനിയ എന്ന് പറയുന്ന രാജ്യത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ യൂറോപ്പ് വിസയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് ബോർഡറിൽ വന്നിട്ട് ഒരു 2 മിനിറ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഏകദേശം എൻ്റെ കാർഡ് വഴി തന്നെ 600 രൂപ അവർ വാങ്ങിച്ചു. ആ 600 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു മാസത്തെ വിസ കിട്ടി. അഥവാ എൻ്റെ കയ്യിൽ യൂറോപ്പോ അമേരിക്കയോ അല്ലെങ്കിൽ ദുബായിയുടെ എമിറേറ്റ്സിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന റെസിഡൻസ് ഐഡിയോ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ റേറ്റ് കൂടുതലാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് എടുക്കണം. അത് പോളിസി ബസാറിലൊക്കെ കയറിയാൽ 500-600 ചിലപ്പോൾ 1000 രൂപയൊക്കെ വരും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. നമ്മുടെ കയ്യിൽ വേറെ വിസ ഉണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന് മേലെയുള്ള ഒരു പവറാണ് കേട്ടോ, സത്യം പറയാലോ. അപ്പോൾ ഞാനിനി അർമേനിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ലുക്കാണ്. ഞാൻ വിസ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒറ്റ ദിവസമേ സ്റ്റേ ഉള്ളൂ ഇവിടെ. Ich kann mit my lecker. No Armenian, bro. No Armenia. Warte, Saper. YouTube yes? YouTube. You take Apple na YouTube gerek. iPhone. Na YouTube. No iPhone up. ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് കേട്ടോ. വല്ലപ്പോഴല്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു രാജ്യത്തോട്ട് പോകാൻ ഞാൻ ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ ഈ പാസ്പോർട്ടിന് എത്രത്തോളം വില ഉള്ളത്
ഇപ്പോൾ ഞാൻ അർമേനിയയിലോട്ട് എത്തിയിരിക്കുകയാണ് ജോർജിയയിൽ നിന്ന്. എൻ്റെ കയ്യിലുള്ള ഒരു യൂറോപ്യൻ വിസ കാരണം മാത്രമാണ് എനിക്ക് അർമേനിയയിലോട്ട് വരാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചത്. അഥവാ എൻ്റെ കയ്യിൽ ഈ വിസ ഇല്ലായിരുന്നെങ്കിൽ ഓൺലൈനിൽ പോയിട്ട് ഇൻഷുറൻസ് എടുത്ത് അത് അവരുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ഐറ്റിനറി ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, ചിലപ്പോൾ പോയാൽ പോയി. അർമേനിയയുടെ വിസ എൻ്റെ മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഷെങ്കൻ വിസ, യൂറോപ്പിൻ്റെ വിസ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രാജ്യത്ത് വളരെ ഈസി ആയിട്ട് കയറുക. നിങ്ങളുടെ കയ്യിൽ ഖത്തർ ഐ ഡിയോ അല്ലെങ്കിൽ എമിറേറ്റ്സിൻ്റെ റെസിഡൻസ് ഐ ഡിയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയൊക്കെ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കയറി വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പല രാജ്യത്തോടും ഇതുപോലുള്ള വിസകളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ. വല്ല വർഷത്തിലോ മാസത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. ഫുൾ ടൈം ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാവും. എൻ്റെ അർമേനിയയിലെ ആദ്യത്തെ ലിഫ്റ്റാണ് കേട്ടോ. ഹലോ അപ്പൂപ്പ, താങ്ക് യു. ഹലോ, ഹായ്, സലാം. ഓയ് ഒന്നോർമ്മ, ഹായ് ഹോയ് ഹോയ്. നമ്മുടെ ഈ പുഴയ്ക്കപ്പുറത്ത് നമ്മുടെ ജോർജിയ ആണ് കേട്ടോ. അതാണ് ഈ ഫെൻസ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. ജോർജിയ ആണ് അപ്പുറത്ത്. താങ്ക് യു. ഷൊക്കനോസിക്ക് താങ്ക് യു. ഒന്നും മനസ്സിലായില്ല. നമ്മുടെ ദാവീദ് ഏട്ടനായിരുന്നു, പുള്ളിയുടെ പേര് ദാവീദാണ്. നല്ല അടിപൊളി കേട്ടോ. കറക്റ്റ് നമ്മുടെ സെൻട്രൽ ഏഷ്യ പോലെ ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് കേട്ടോ. ഹലോ, ഹായ്, യു ഗോയിങ് സ്ട്രൈറ്റ്? Yes. Can I? No Empirian. Okay. Thank you. ഈ പള്ളിയിലച്ഛനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പുള്ളിക്കാരനെ കാണാൻ നല്ല രസമായിരുന്നു. വഴിയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങുമായിരുന്നു പുള്ളിക്കാരൻ. You wanna say hi? Your father? Your Christian Yes. father? I'm a priest. Priest, yeah, exactly. Yeah. I saw your dress and I got to know. Yes. Thank you so much. Thank you. So you are Postic Christian. Postic Christian. The Armenian. Armenian Christian Apostolic Church. Apostolic. Sorry, Apostolic. Yeah. Thank you, Father. What's your name? You are welcome. Thank you. Armenian. What is your name? My name is Father Korion. Father Korion. Korion. Yes. My name is Mahin. Mahin. Yeah. Nice to meet you. Are you from Hindi. India? Yeah, India. പള്ളിയിലച്ചന്മാരൊക്കെ ഈ വെളുത്ത്, എസ്പെഷ്യലി കുറച്ച് ഫെയർ ആയിട്ടുള്ള നിറമുള്ള പള്ളിയിലച്ചന്മാരൊക്കെ ഈ കറുത്ത ഈ കുപ്പായൊക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പള്ളിയിലച്ചനായിരുന്നു. പാവ എന്നെ ഇവിടം വരെ കൊണ്ടാക്കി തന്നു. ഞാൻ ഇനി വീണ്ടും ഹിച്ചേക്കിങ് തുടങ്ങുവാണ്. ഹലോ, എനിക്കാണോ വണ്ടി? അല്ലേ, എനിക്കല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി നിർത്തിയ ഒരു വണ്ടിയാണെന്ന്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ പിന്നെയും പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സ്മൈൽ ചെയ്യുന്നുണ്ട്. ജോർജിയയിൽ ചെക്ക് ചെയ്തപ്പോൾ ആരും സ്മൈൽ ചെയ്യുന്നില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. Şnor Hakaluçun. Şnor Hakaluçun. അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടി. എല്ലായിടത്തും വഴിയോരങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ വിൽക്കുവാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള റോഡ്. അർമേനിയ കുറച്ച് ഡ്രൈ ആണ് കേട്ടോ. കൂടുതൽ നമ്മുടെ ജോർജിയ അപേക്ഷിച്ച് കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അർമേനിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്നെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ ഫ്രൂട്ട്സ് വാങ്ങുവാണ് കേട്ടോ എനിക്ക് വേണ്ടി. ബ്രോ ഓക്കെ, എന്തെങ്കിലും തേറജ്. നമ്മുടെ തേറജൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവരുടെ അർമേനിയൻ ഭാഷയിൽ തേറജ് എന്ന് എന്തൊക്കെയാണ് പറയുന്നത്. നല്ലൊരു വ്യക്തി കേട്ടോ. പാവം ബ്രോ കേട്ടോ. ഒന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു. യു ക്യാൻ ടേക്ക് ദിസ്. No love, dicht. കേട്ടോ. താങ്ക് യു. Thank you. അങ്ങനെ പുള്ളിക്കാരൻ്റെ സ്ഥലത്തെത്തി. നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് 100 കിലോമീറ്ററിൽ കൂടുതൽ പോകണം കേട്ടോ. ഇരുട്ടിയാൽ പണി കിട്ടും. ഓക്കെ, വാ.
ഇവിടെ എല്ലായിടത്തും പഴയ ബെൻസ് ഒക്കെയാണ് കേട്ടോ ഇവരുടെ കാറുകൾ. താങ്ക് യു. നമ്മൾ ഇറങ്ങി ഉടനെ ഞാൻ കിട്ടിയതാ. ഇത് പഴയ ബെൻസാണ്. ഹിന്ദിക് യെസ് യെസ്. മലകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കോട്ടകൾ പോലെയാണ് ഓരോ മലകൾ എന്നെ കാണാൻ തോന്നുന്നത്. ഫുള്ള് മലയാണ്. നല്ല മനോഹരം കേട്ടോ. വഴിയോരങ്ങളിൽ എന്തോ ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കേട്ടോ അർമേനിയ. ഇവിടെ എല്ലായിടവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഉള്ള ബിൽഡിങ്ങുകളാവട്ടെ എന്തോ ഭയങ്കര ഒരു ചില സ്ഥലത്തൊക്കെ ഗോസ്റ്റ് ടൗണൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഹിറ്റേക്ക് കുറച്ച് പാടാണ്. ഞാൻ നോക്കട്ടെ. ഭയങ്കര എല്ലാവരും ഹെൽപ്ഫുൾ ആണല്ലോ. ഭയങ്കര ഈസി ആയിട്ട് ഹിറ്റേക്കിങ്. താങ്ക് യു. Me going Gumri. You going where? You Kuda? Sanahi. Okay. സ്റ്റക്കായി കിടക്കുന്ന കേബിൾ കാറ്, ചിമ്മിണികള്, ഇവിടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലുള്ള മതിലുകള്. ഭയങ്കര ഇൻട്രസ്റ്റിങ് കേട്ടോ. അയ്യോ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യം. എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ കണ്ടില്ല. ലാൻഡ്സ്കേപ്പ് നല്ല മനോഹരം കേട്ടോ. എനിക്ക് അർമേനിയ കുറേ ട്രാവൽ ചെയ്യണം കേട്ടോ. ഞാൻ ഇനി വരും. ഞാൻ അർമേനിയ അസർബൈജാന് പറ്റൂല. അർമേനിയയും ജോർജിയയും ഒരുമിച്ച് ഒരു കുതിര യാത്ര നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനുണ്ട്. കുതിര കണ്ടുപിടിക്കാൻ ഞാൻ നടക്കുവാണ്. അപ്പം ഞാൻ കുതിരയെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ ഈ രാജ്യങ്ങളിൽ. ഇവിടെ ഒരു നടുക്കൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഈ കാണുന്നത് മലയിലെ വീടുകളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വില്ലേജിലെ വീടുകളാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹിച്ചേക്കിങ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ. Thank you so much. Oh my god. Allah. Thank you bro. You Armenian? Thank you. Snow coach? Snow. I don't know. Spasiba. റഷ്യൻ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി. You know Dutch? Dutch no. Russia? Armenia, yes. ഇവർക്ക് റഷ്യൻ പറഞ്ഞാലും കുറച്ച് മനസ്സിലാവും. എല്ലായിടവും സത്യം പറയാൻ എന്ത് മനോഹരം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കേട്ടോ ഇവിടെ. അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ജോർജിയക്ക് അതിൻ്റെതായിട്ടുള്ള ഇത്, അർമേനിയക്ക് ഇതാണ്ട് ഇതൊക്കെ പഴയ പാലങ്ങളാണ്. ഇവിടെ വേറൊരു പഴയ പാലം. വാവ്. ഇവിടെ പുഴ ഒഴുകുന്നു. പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ പഴയ ഫാക്ടറികളാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഫാക്ടറികളാണ്. അർമേനിയൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റഷ്യൻ ലാംഗ്വേജ്, ഇവരുടെ സ്ലാവിക് അതെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ വന്താസോർ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ബൈ. വാ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി. ഹലോ ആർമി. You wanna say hi? Hindik. tu skidemo tu Hindik temke unesh. Hindik, yes. Where are you going? Kuda. അവര് ഹിച്ചേക്കിംഗ് ആണ് കേട്ടോ. ഹലോ. Yes, Gumri. Yeah. You also Gumri. Okay. Auto stop. ഒരു ഓട്ടോ സ്റ്റോപ്പ് ഇവിടെ ചെയ്യുവാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറേ നേരമായപ്പോൾ നല്ല തണുക്കുന്നുണ്ട്. Me. Yeah, no. You പട്ടാളം. No. ആൾക്കാരന്മാരോടെ തന്നെ ലിഫ്റ്റ് കിട്ടി. ഇവരും നമ്മളും എല്ലാവരും കൂടെ ഒരു കാറിൽ കേട്ടോ, ഒരു ചേട്ടൻ്റെ കാറിൽ ലിഫ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ സത്യം പറയാമല്ലോ ഇപ്പോഴാണ് കേട്ടോ വെട്ടം വന്നത്. ഇത്രയും നേരം ഇരുട്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്തോ ഒരു പ്രേതങ്ങളുടെ വീട് പോലെ കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു പേടിയും പട്ടി കുറച്ചിൽ മാത്രം കേൾക്കാം. എന്തോ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ കേട്ടോ. ഈ കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഒക്കെ കേട്ടോ. ഇവിടെ ഒരു വീട്ടിൻ്റെ പുറത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ. വെള്ളം അടിപൊളി കേട്ടോ.
ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു തുടങ്ങി. എൻ്റെ പേടി മാറി. സത്യം പറയാൻ ഇത്രയും നേരം വന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ എന്നെ പേടിക്കും. നിങ്ങൾ വിചാരിക്കുക ഈ മാഹി ഇത്ര പേടിത്തൊണ്ടനാന്ന്. ഇത്ര ലോകരാജ്യമൊക്കെ ചുറ്റിയിട്ടും മാഹിന് ഈ പ്രേതം ഹോണ്ടഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര പേടിയാണ്. നാട്ടിലെ ഹോണ്ടഡ് സിനിമകളിലൊക്കെ കാണിക്കുന്ന വീട് കണ്ടില്ലേ, മുകളിലൂടെ പുക പറക്കുന്നു. നിങ്ങൾ ഇനി പറ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? താങ്ക് യു സോ മച്ച്. അവസാനം നടന്ന് കിടന്നെത്തി ഞാൻ. ദിസ് ഈസ് സിം കാർഡ്. വാട്ട് ഈസ് ദിസ്? Awesome. For what? Calling also? No. ഓക്കെ. ഞാനൊരു ഓഫീസ് കണ്ടു. ഒരു പെൺകുട്ടി എനിക്ക് വൈഫ് വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, ഞാൻ ഓസോൺ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഈ കാണുന്ന ഞാൻ കുറേ പ്രാവശ്യമായിട്ട് നടന്നു വന്നപ്പോൾ 2 ഓസോൺ പാളിന്ന് ഓസോൺ ഓഫീസുകൾ തുറന്നിരിക്കുന്നു 9 മണി വരെ. ഹായ്, വാട്ട്സ് യുവർ നെയിം? Liana. Thank you so much, Liana. Welcome. I want to say in Armenian language. Shonoko. Shonokalisin. അപ്പോൾ എൻ്റെ ഹോസ്റ്റിൻ്റെ വീട് തൊട്ടടുത്താണ്. പുള്ളിക്കാരെ ഇപ്പോൾ വന്നിട്ടില്ല. എനിക്ക് ലിയാന ഇവിടെ സീറ്റ് തന്നു. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ, അതായത് ഓസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അർമേനിയയിൽ. അവിടെ നമുക്ക് എന്ത് വാങ്ങാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ. പക്ഷെ ആ സാധനങ്ങളെല്ലാം അറൈവ് ചെയ്യുന്നത് ഈ ഓഫീസിലാണ്. സോ പീപ്പിൾ കം ഹിയർ, ഗീവ് യു മണി ആൻഡ് ടേക്ക് തിങ്. No. They pay money online. Okay, they take. No home. ഒരു വീട്ടിൽ ആക്ച്വലി ഡെലിവറി ഇല്ല. ഓസോൺ എന്ന് പറയുന്നത് അവരുടെ ഓഫീസുകളിലാണ് ഡെലിവറി ഉള്ളത്. പിന്നെ ആമസോണൊന്നും അങ്ങനെ ഇവിടെ വലിയ രീതിയിലില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് വൈൽഡ് ബെറീസ്, then what? Onyx. Temo home. ടെമോ എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വീട്ട് അഡ്രസ്സിൽ പോകും. ബാക്കി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫീസിലാണ് കേട്ടോ വരുന്നത്. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആളുകൾ ഓഫീസ് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീടാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓഫീസിൻ്റെ അങ്ങനത്തെ സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഓസോൺ എന്ന് പറയുന്നത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. താങ്ക്സ് എ ലോട്ട്. ഹൗ ഓൾഡ് ആർ യു? 19. Only 19? Yes. You working here? You studying? Are you studying? What? Are you studying school, college? University. University. What are you studying? Polytechnic. Polytechnic. Wow. Polytechnic ആണ് കേട്ടോ. ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഇവരിവിടെ മൊബൈൽ കൊണ്ടുവന്നിട്ട്, കസ്റ്റമർ ഇങ്ങനെ മൊബൈൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കും. അപ്പോൾ ഇവർ ഈ സ്കാൻ ചെയ്തിട്ട് അവർ പ്രൊഡക്റ്റ് ഒന്ന് കൊണ്ടു കൊടുക്കും കേട്ടോ. അത്രയാണ് കേട്ടോ. സിമ്പിളാണ്. ഒരു എക്സാമ്പിളാണ്, കണ്ടില്ലേ? എന്നിട്ട് ഇവർക്ക് ഇത് പൊട്ടിച്ചൊക്കെ നോക്കാൻ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ഡ്രസ്സ് ഇട്ട് നോക്കാനുള്ള റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ പൊട്ടിച്ച് നോക്കുന്നു. അവർ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി. സോ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ദേ ഗീവ് യു ബാക്ക്. ഓ ഓക്കെ, ദെൻ ഓസോൺ വിൽ ടേക്ക്. ഓക്കെ. അതോളാം കേട്ടോ. അവർ പക്ഷേ പൈസ ഓൺലൈനിൽ സംഭവം കൊടുക്കണം കേട്ടോ. ബൈ. താങ്ക് യു സോ മച്ച്. ബൈ. പാവം കേട്ടോ. ഞാനിവിടെ കട അടയ്ക്കുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തു. അവസാനം എൻ്റെ ഹോസ്റ്റ് പുള്ളിക്കാരൻ. Okay, hi. There is a dog there. Oh, Don't okay. be afraid, he's okay. Okay. I will call him.